إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ആയുസ് എന്നത് അള്ളാഹു നമുക്ക് തന്ന വലിയ സമ്മാനമാണ്. നമ്മുടെ മുന്നിലൂടെ ഓരോ സെക്കൻഡും ആ സെക്കൻഡുകൾ മിനിറ്റുകളായി, മണിക്കൂറുകളായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി നമ്മിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നാം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര മുന്നോട്ട് എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര തുടരുകയല്ല, മറിച്ച് എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ. സൂറത്തു ത്വാഹയിലെ ഒരു വചനമാണിത്. മനുഷ്യരെ, നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുകയും ചെയ്യും, അവിടെ നിന്ന് വീണ്ടും കൊണ്ടുവരികയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഥവാ അല്ലാഹ് ഈസിട്ട് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും, ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര ചോദിച്ചേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ അനിവാര്യമായും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് മരണം. എത്ര തിരക്കുള്ളവരായാലും, എത്ര കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാലും, ആ മരണം അതിൻ്റെ സമയമാകുമ്പോൾ നമ്മിലേക്ക് കടന്നു വരും. നമുക്ക് തിരിച്ചു വന്നിടത്തേക്ക് പോകേണ്ടിയും വരും. മരിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനോ ഹദീസുകളോ ഉദ്ധരിച്ച് തെളിയിക്കേണ്ട ഒരു വിഷയമല്ല. കാരണം നമ്മുടെ മുന്നിലുള്ള ഓരോ ദിവസത്തെയും വാർത്തകളും വർത്തമാനങ്ങളും, ചുറ്റുപാടിലുള്ള ഓരോ മരണങ്ങളും തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണമുണ്ടാകും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്
വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. സൂറത്തു ആലി ഇമ്രാനിലെ ഒരു വചനമാണിത്. ഈ ആയത്തിൽ 4 കാര്യങ്ങളാണ് പടച്ച റബ്ബ് പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, തീർച്ചയായും മരണത്തിൻ്റെ രുചി നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിഫലം പരലോകത്താണ്, ഖിയാമത്ത് നാളിലാണ്. എന്നിട്ട് പറഞ്ഞു ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് പരലോകത്ത് നരകത്തിൽ നിന്നും രക്ഷ. ആയത്ത് അവസാനിപ്പിച്ച് 4ാമത്തെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, തീർച്ചയായും ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ്. നോക്കൂ നിങ്ങൾ, മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് പറഞ്ഞ ശേഷം ചില മരണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അപ്രതീക്ഷിതം. നമ്മൾ പേരിട്ടതാ, നമ്മൾ വിളിച്ചതാ. അപ്രതീക്ഷിതം എന്നത് നമുക്കാണ് അപ്രതീക്ഷിതം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. എവിടെ വെച്ച്, എങ്ങനെ, ഏത് രൂപത്തിൽ മരണപ്പെടണം എന്നത് അള്ളാഹു നമ്മുടെയൊക്കെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും മരിക്കും. ആ മരണത്തെക്കുറിച്ച് ഓർക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, എല്ലാ സുഖാസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന, എല്ലാ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് മനുഷ്യരെ ധാരാളമായി നിങ്ങൾ ഓർക്കണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും പറയാൻ കഴിയോ 40 വയസ്സായ, 35 വയസ്സായ, 50 വയസ്സായ, അതിൽ കൂടുതലും കുറവും ഒക്കെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, പറയാൻ കഴിയോ ഞാൻ ഇന്ന് വരെ ജീവിച്ചവരെ ഇത്രയും വർഷം 40 വർഷം ദുനിയാവിൽ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 40 വയസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു 40 കൊല്ലം ഞാൻ ഉണ്ടാകും എന്നുറപ്പിച്ചു പറയാൻ കഴിയുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഒരാൾ പോലും ഉണ്ടാകില്ല. 45 വയസ്സ്, 45 വർഷം ജീവിച്ചവർ ഇനിയും ഒരു 45 വർഷം ഞാനുണ്ടാകും. 50 വർഷം ജീവിച്ചവർ ഇനിയും ഒരു 50 വർഷം ഞാനുണ്ടാകും എന്ന് പറയാൻ നമ്മിൽ ആർക്കെങ്കിലും കഴിയുമോ സഹോദരങ്ങളെ? ഇല്ല എന്നതുറപ്പല്ലേ? ഇല്ല എന്നതുറപ്പല്ലേ? അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹ് നിശ്ചയിച്ച സമയം, ആ ദിവസം, ആ സ്ഥലം, അവിടെ എത്തിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരൽപ്പം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന വലാ യസ്തഖ്ദിമൂൻ, സമയം എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ ആ കറക്റ്റ് ടൈമിൽ, ആ സമയത്ത്, ആ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മാലാക മലക്കുൽ മൗത്ത് വരിക തന്നെ ചെയ്യും. കാരണങ്ങൾ പലതുണ്ടാവാം. ആ കാരണങ്ങളും നമ്മളിട്ടതാണ്. കാരണങ്ങൾ ഉണ്ടാവട്ടെ, ഇല്ലാതെയാവട്ടെ, പ്രായമുള്ളവരാവട്ടെ, അല്ലാത്തവരാവട്ടെ, തീർച്ചയായും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. സാധാരണ നമ്മൾ പറയാറുണ്ട്, രാത്രിയിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, സുഖമായി കിടന്നുറങ്ങിയ ആളാ, പക്ഷേ പിറ്റേന്ന് സുബഹിക്ക് വിളിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല. മിനിയാന്ന് ഒരു മരണ വാർത്ത കേട്ടത് അങ്ങനെയാണ്. ഒരു സുഹൃത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടത് അങ്ങനെയാണ്. രാത്രി യാതൊരു പ്രയാസവും ഇല്ല, സാധാരണ പോലെ കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങിയതാണ്. പക്ഷേ പിറ്റേന്ന് സുബഹിക്ക് വിളിക്കുമ്പോൾ ഉപ്പ എഴുന്നേൽക്കുന്നില്ല മിനിയാന്ന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇതാണ് മരണം. ഇശാ നമസ്കാരം കഴിഞ്ഞ് സാധാരണ പോലെ തമാശകൾ പറഞ്ഞ്, എന്നും പറയാറുള്ള പല വാക്കുകൾ പറഞ്ഞ്, ഇൻഷാ അല്ലാഹ് നാളെ കാണാം എന്ന് പറഞ്ഞ് ഇശാഇന് പിരിഞ്ഞതാ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് പള്ളിയിൽ നിന്ന്. പക്ഷേ സുബഹിക്ക് പള്ളിയിലേക്ക് വന്നപ്പോൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇമാം സലാം വെട്ടിക്കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം തന്നെ മനസ്സിലായി എന്തോ പറയാനുണ്ട് ഇമാമിന്. ഇമാമ് പറഞ്ഞു, നമ്മുടെ ശംസുക്ക പോയിട്ടോ. പള്ളിയുടെ തൊട്ടു മുന്നിലെ വീട്ടിലെ ശംസുക്ക മരണപ്പെട്ടു. എപ്പോ? എല്ലാവരും ചോദിക്കുന്നു എപ്പോ? കാരണം ഇന്നലെ ഇശാഇ കഴിഞ്ഞ് സാധാരണ പറയാറുള്ള ഒരൽപ്പം തമാശ കൂടുതൽ പറയാറുള്ള ആ മനുഷ്യൻ, ആ സഹോദരൻ
അന്നും സാധാരണ പോലെ വർത്തമാനങ്ങൾ പറഞ്ഞ് തമാശകൾ പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് സുബ്ഹിക്ക് കാണാം. പക്ഷേ സുബ്ഹിക്ക് കേൾക്കുന്ന വർത്തമാനം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. എത്ര മരണവാർത്തകളാ! ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകൾക്കുള്ളിൽ ആശുപത്രി എത്തും മുമ്പേ മരണപ്പെടുന്നവർ, ആശുപത്രിയിലെത്തിയ ശേഷം മരണപ്പെടുന്നവർ. ഇക്കഴിഞ്ഞയാഴ്ച തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ICUവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ പോയ ആളുകൾക്കറിയാം, അതിൻ്റെ തൊട്ടടുത്താണ് മോർച്ചറി. 45 മിനിറ്റാണ് അവിടെ ഇരുന്നത്. ആ 45 മിനിറ്റിനുള്ളിൽ 6 മയ്യത്തുകൾ, 45 മിനിറ്റിനുള്ളിൽ 6 മയ്യത്തുകൾ അവിടെ നിന്ന് അതിൻ്റെ ബന്ധുക്കൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകാണ്. അവിടെ നിന്ന് കൊണ്ടുപോകാണ്. നമ്മുടെ കൺമുന്നിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോയി, കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മയ്യത്ത് കൊണ്ടുപോയി. അങ്ങനെ ഇങ്ങനെ മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകാം. ആംബുലൻസുകൾ വരുന്നു, ICUവിലേക്ക് കൊണ്ടുപോകുന്നു, രോഗികളാകുന്നു. ഒരു പക്ഷേ ആ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നവർ, അല്ലാതെ മരണപ്പെടുന്നവർ. പിഞ്ചുമക്കളുണ്ടാകാം, യുവാക്കളുണ്ടാകാം, യുവതികളുണ്ടാകാം, സ്ത്രീകളുണ്ടാവാം, പ്രായമായവരുണ്ടാകാം, ഒരുപാട് കാലങ്ങളോളം രോഗങ്ങളാൽ കിടന്നവരുണ്ടാകാം. പക്ഷേ എന്ത് തന്നെയായാലും ആ മരണമെന്ന പ്രതിഭാസം വരിക തന്നെ ചെയ്യും. മനുഷ്യരെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇത് അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണവാർത്ത ഷെയർ ചെയ്യപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, കുല്ലു യൗമിൻ യഖൂലൂന മാത ഫുലാൻ വമാത ഫുലാൻ വസയഅതി യൗമുൻ വസയഖൂലൂന മാത ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു പറയാം, നിങ്ങളെല്ലാ ദിവസവും പറയുന്നു ഇന്നയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു. ഇന്നും വാട്സപ്പിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മരണവാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ചരമക്കോളങ്ങളില്ലാത്ത ഒരു മലയാള പത്രവുമില്ല. എല്ലാ ദിവസവും മരണവാർത്ത നമ്മൾ കേൾക്കുന്നു. നമുക്കറിയാവുന്നതോ നമ്മളുമായി ബന്ധപ്പെട്ടതോ അറിയിക്കേണ്ടതോ ആണെങ്കിൽ നമ്മൾ ആ മരണവാർത്ത ഷെയർ ചെയ്യുന്നു. ഏത് ഗ്രൂപ്പിലേക്കാണോ, നാട്ടിലേക്കാണോ, നമ്മുടെ സംഘടനാ ബന്ധമുള്ള ഗ്രൂപ്പിലേക്കാണോ, അവർക്കാണോ നമ്മളങ്ങനെ ഷെയർ ചെയ്യുന്നു. ഒരു പക്ഷേ അയാളുടെ പ്രൊഫൈൽ പിക്ചർ നമ്മളെടുക്കും, എന്നിട്ട് ആ ഫോട്ടോ കൂടെ വെച്ച് ഷെയർ ചെയ്യും, ഇന്നയാൾ മരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, വസയഅതി യൗം, ഒരു ദിവസം വരും മനുഷ്യരെ, അന്ന് വസയഖൂലൂന മാത ഉമർ, അന്ന് നിങ്ങൾ പറയും ഉമർ മരിച്ചിട്ടോ എന്ന് നിങ്ങൾ പറയും. ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കാറുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ ഷമീറിൻ്റെ മരണവാർത്ത മറ്റുള്ളവർ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ മരണവാർത്ത, നമ്മുടെ ഫോട്ടോ വെച്ചൊരു പക്ഷേ മറ്റുള്ളവർ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പ്രാർത്ഥിക്കുന്ന, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഓർക്കണം, അറിയണം. ആ ചിന്ത മനസ്സിലേക്ക് കടന്നു വരണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. നിങ്ങൾ ഓർക്കണം എന്നാണ്. എന്തിനാ ഓർക്കാൻ പറഞ്ഞത്? അങ്ങനെ ഓർത്താലേ പരലോകത്ത് അല്ലാഹ് ഒരുക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയൂ. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് യഥാർത്ഥ പ്രതിഫലം. ആ പ്രതിഫലം വാങ്ങാൻ പോണോ? അവിടെ വിജയിക്കണോ? ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടെ വിജയിക്കണോ? അവിടെ സ്വർഗം നേടണോ? എങ്കിൽ ആ മരണത്തെക്കുറിച്ച് ഓർക്കുകയും ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കുകയും വേണം. കാരണം ദുനിയാവെന്ന് പറഞ്ഞാൽ അറിയണം, ഇതിനെയെല്ലാം തകർത്ത് കളയാൻ മാത്രം നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു ലോകമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, നിങ്ങളെ വഞ്ചിച്ചു കളയും. അതുകൊണ്ട് വലിയ വിലയൊന്നും ദുനിയാവിന് കൊടുക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ദുനിയാവിനെ സ്നേഹിക്കണ്ട എന്നല്ല കേട്ടോ, ദുനിയാവിന് വേണ്ടി പണിയെടുക്കണ്ട എന്നുമല്ല കേട്ടോ, അതൊക്കെയാവണം. പക്ഷേ പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി പണിയെടുത്താൽ പരലോകത്ത് കരയേണ്ടി വരും, വിലപിക്കേണ്ടി വരും, നഷ്ടപ്പെടുത്തേണ്ടി വരും സ്വർഗം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ മദീന തെരുവിലൂടെ പള്ളീൻ്റെ അടുത്ത് കൂടെ നടന്നു പോകാം. ആ സമയത്തുണ്ട് ഒരു ആട് ചത്ത് കിടക്കാണ്. ചത്തൊരാട്, പ്രത്യേകിച്ച് ചെവി ചെറുതായ ഒരാടും കൂടിയാണ്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അറബികൾക്ക് ആട് ചത്തതാണ് അവർ തൊടൂല, ചെവി ചെറുതുമാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ജീവനുള്ള ആടിന് തന്നെ അതിൻ്റെ വൈകല്യമായിട്ടാണ് അവർ കാണാറുള്ളത്. അപ്പം ചെവി ചെറുതായ
ചത്ത ഒരാടിനെ ചൂണ്ടി റസൂലുള്ള ചോദിച്ചു, ആർക്കാണ് ഈ ആടിനെ വിലക്ക് വേണ്ടത്? സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വെറുതെ തന്നാലും ആടിനെ ഞങ്ങൾക്ക് വേണ്ട, വെറുതെ തന്നാലും ഞങ്ങൾക്ക് വേണ്ട, പിന്നെയല്ലേ ദിർഹം തന്നിട്ട് ആടിനെ ഞങ്ങൾ സ്വന്തമാക്കുന്നത്? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ ആടിനെ എത്രമാത്രം അവഗണിക്കുന്നുവോ, അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്നുവോ, അതുപോലെയാണ് അല്ലാഹുവിൻ്റെ മുന്നിൽ പരലോകവും ഇഹലോകവും. ഉദാഹരിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ദുനിയാവ് വേണ്ട എന്ന് പറയാനല്ല, ദുനിയാവ് വേണം. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ്. ഇവിടെ കൃഷി നടത്തണം, ഇവിടെ അധ്വാനിക്കണം, എങ്കിലേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. വിശുദ്ധ ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇന്നമാ ഹാസിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു വിഭവം മാത്രമാണ്, ഒരു വിഭവം മാത്രമാണ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. എന്നാൽ സ്ഥിരമായി നിലനിൽക്കുന്ന ശാശ്വത ലോകമെന്ന് പറയുന്നത് അത് പരലോക ഭവനമാണ്, പാരത്രിക ഭവനമാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ താൽക്കാലിക ഭവനമാണ്, എപ്പോഴും നീങ്ങിപ്പോകാം, ഏത് സമയത്തും ഇല്ലാതെയാവാം. ആരെങ്കിലും വിചാരിച്ചിരുന്നോ വയനാട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഇന്നത്തോടെ ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോവാണ്, ഈ ദുനിയാവിലുള്ളതെല്ലാം അതിനോടെല്ലാം ഞങ്ങൾ വിട പറയാൻ പോവാണ് എന്നാരെങ്കിലും ആ ചൂരൽമലയിൽ കിടക്കുന്നവർ ആ ദുരന്തത്തിന്റെ തലേ ദിവസം അന്നത്തെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ആരുടെയെങ്കിലും മനസ്സിലേക്ക് കടന്നു വന്നിരുന്നോ? ഇല്ലല്ലോ. എന്തൊക്കെ പ്രതീക്ഷകൾ അവർക്കുണ്ടായിട്ടുണ്ടാകും, നമ്മളെപ്പോലെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഇല്ലേ അവർക്കും നമ്മളെപ്പോലെ? എല്ലാം ഉപേക്ഷിച്ച് ശാശ്വതമായൊരു ലോകത്തേക്ക് യാത്രയാകേണ്ടി വരും മനുഷ്യരെ. കാരണങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും അതുകൊണ്ട് പരലോകത്തിൽ നിങ്ങൾ പ്രാധാന്യം നൽകണം. ചില ആളുകളെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, അവർ സത്യനിഷേധികളാണ്. അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയാ അലൽ ആഖിറ. വിശുദ്ധ ഖുർആനിൻ്റെ വാചകമാണ്. അവർ പരലോകത്തേക്കാൾ ഇഹലോകത്തെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. ഇഹലോകത്തിന് മുൻഗണന, പരലോകത്തിനൊരു പ്രശ്നമില്ല. തോന്നിയ പോലെ ജീവിക്കുന്നവർ, തോന്നിയ രൂപത്തിൽ ജീവിക്കുന്നവർ, ഇഷ്ടമുള്ളത് കണ്ടും കേട്ടും ഒക്കെ ജീവിക്കുന്നവർ, അവർക്കൊരു പ്രശ്നവുമില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ എല്ലാം ആസ്വദിക്കാനും എല്ലാം അനുഭവിക്കാനുമുള്ളതാണ് എന്ന് വിചാരിച്ചവർ, തെറ്റിദ്ധരിച്ചവർ, പരലോകത്തെ മറന്നുപോയവർ അല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കേണ്ടവരല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ജയിലാണ് ദുനിയാവ്. എന്താ ജയിലിൻ്റെ പ്രത്യേകത? ഒരാൾ ജയിലിൽ പോയാൽ അയാൾക്കൊരു പക്ഷേ പല ഭക്ഷണങ്ങളും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, അയാൾക്ക് അവിടെ അത് കഴിക്കാൻ കിട്ടൂല. അയാൾക്ക് പലതും കാണണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടാകും, എല്ലാം അയാൾക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പലരെയും കാണണം, പലരോടും സംസാരിക്കണം എന്നൊക്കെ അയാൾക്ക് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അത് കഴിയില്ലല്ലോ, ജയിലല്ലേ. എന്നാൽ അതുപോലെയാണ് മനുഷ്യരെ ദുനിയാവ് എന്ന്, വിശ്വാസികളുടെ ദുനിയാവ് ആ ജയില് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാകും, നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടാകും, നിങ്ങൾക്ക് പലതും പറയാൻ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അവിടെയൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ആഗ്രഹങ്ങളെ തൽക്കാലം കടിഞ്ഞാനിടാൻ സാധിക്കണം, മനസ്സുകൾക്ക് കടിഞ്ഞാനിടാൻ സാധിക്കണം. എല്ലാം കാണാനും കേൾക്കാനും എല്ലാം ആസ്വദിക്കാനുമുള്ളതല്ല ദുനിയാവ് എന്ന് തിരിച്ചറിയണം. എല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതല്ല ദുനിയാവ് എന്ന് തിരിച്ചറിയണം. പലതിനോടും തൽക്കാലം നോ പറയേണ്ടി വരും, പലതിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും, പലരുടെ തോളിൽ നിന്നും തൽക്കാലം കൈകളെടുക്കേണ്ടി വരും. എന്തിന്? പരലോകത്ത് സ്വർഗം നേടാൻ, ഫഖദ് ഫാസ്, ആ ഫായിസീങ്ങളിൽ പെടാൻ, ആ വിജയിച്ചവരിൽ പെടാൻ. വിജയിച്ച വിശ്വാസികളെ കുറിച്ച് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എന്തേ അവർ വിജയിക്കാൻ കാരണം? നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണവർ, അതോടൊപ്പം
വല്ലദീന ഹും അനിൽ ലഗ്വി മുഅരിദൂൻ. അനാവശ്യമായ കാര്യത്തിൽ നിന്ന് മാറി നിന്നവരാണ്. പലതും കേൾക്കാൻ ആഗ്രഹമുണ്ടായപ്പോൾ റബ്ബേ അത് കണ്ടാൽ എൻ്റെ സ്വർഗം നഷ്ടമാകുമോ എന്ന് പേടിച്ച് അതിൽ നിന്ന് കണ്ണുകളെ മാറ്റിയവരായിരുന്നു അവർ. പലതും പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, പലതും കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ കേൾക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് ആ സ്വർഗത്തെ നഷ്ടപ്പെടുമോ എന്ന് ഭയത്തോടുകൂടി ജീവിച്ചവർ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ. ഈ ഒരു പേടി, ഈ ഒരു ചിന്ത എപ്പോഴും വിശ്വാസിക്കുണ്ടാവണം എന്നർത്ഥം. കാരണം എന്താണെന്നറിയോ? പരലോകമുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. മൊബൈൽ ഇങ്ങനെ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ആരോഗ്യം കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അപ്പോഴേക്കും മരണത്തെക്കുറിച്ചുള്ള ചിന്ത, മരണത്തിനു ശേഷം പ്രതിഫലമുണ്ടെന്ന ചിന്ത, അതിനുശേഷം വിചാരണയ്ക്ക് ശേഷം സ്വർഗവും നരകവും ഉണ്ടെന്ന ചിന്ത. എങ്കിൽ ദുനിയാവിലെ ജീവിതം സന്തോഷകരമാക്കി മാറ്റാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതല്ല നേരെ മറിച്ചാണ് ജീവിതമെങ്കിലോ പലരെയും കബളിപ്പിച്ചു, പലരെയും വഞ്ചിച്ചു, പലരെയും ചതിച്ചു, പലതും കണ്ടും കേട്ടും അങ്ങനെയൊക്കെ സ്വകാര്യ ജീവിതം അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയവർ അങ്ങനെ ഉണ്ടല്ലോ. ആരും അറിയൂല, ആരും കാണൂല, ആരും കേൾക്കൂല എന്നൊക്കെ പലരും വിചാരിക്കാറില്ലേ? എന്നാൽ അവരൊക്കെ പരലോകത്ത് വരും. വഉരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജഅതുമൂനാ കമാ ഖലഖനാകും അവ്വല മർറ. അല്ലാഹുവിൻ്റെ വാചകമാണ്. പരലോകത്ത് കൊണ്ടുവരും, എന്നിട്ട് പ്രദർശിപ്പിക്കും നിങ്ങളുടെ തിന്മകൾ, നന്മകൾ എല്ലാം അവിടെ കാണിച്ചു തരും. ഒരു സ്ക്രീനിൽ കാണിച്ചു തരുന്നത് പോലെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഗ്രന്ഥം തരും. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. വായിച്ചു നോക്കി, ഈ ഗ്രന്ഥം നിന്നെ വിചാരണ ചെയ്യാൻ പോവാണ്, നിന്നെ വിചാരണ ചെയ്യാൻ പോവാണ്. ആ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു പറയുന്നു, വിലപിക്കുന്നു. യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലു ഹാദിറാ. നമ്മൾ ഓതിയില്ലേ സൂറത്തുൽ കഹ്ഫിലെ? അല്ലാഹ് അവിടെ വെച്ച് നിഷേധികളായ ആളുകൾ വിലപിക്കുമെന്ന് അല്ലാഹ് പറയാണ്. എന്താണ് ഈ പറയുന്നത്? പടച്ചോനെ, ആരും കാണാതെ കേൾക്കാതെ അറിയാതെ ഞാൻ ചെയ്തത്, പറഞ്ഞത്, കണ്ടത്, കേട്ടത്, സ്വഗീറത്തൻ വലാ കബീറത്തൻ, ഞാനത് നിസ്സാരായി കണ്ടതാണല്ലോ പടച്ചോനെ, അതൊക്കെ ഇതിലുണ്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാം അവിടെ ഒന്നുപോലും വിടാതെ എല്ലാം അവിടെ കൊണ്ടുവരും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ. പിശാചിൻ്റെ പിന്നാലെ പോകരുതേ. നിങ്ങളെ പിടിച്ചു വലിക്കുന്ന ദുനിയാവിൽ പലതും കാണിക്കും, പലതും ഭംഗിയാക്കി തോന്നിപ്പിക്കും. അങ്ങനെയൊക്കെ കാണിച്ച് അതാണ് ഖുർആൻ പറഞ്ഞില്ലേ, പലതും കാണിച്ചിട്ട് ശൈത്താൻ അത് ഭംഗിയാക്കി തോന്നിപ്പിക്കും. പലതും ഖുർആൻ ഇങ്ങനെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകൾ ഇങ്ങനെ വേദനിക്കാം, അല്ലേ? അപ്പോഴേക്കും മനസ്സിനെന്തോ ഒരു അസ്വസ്ഥത, മടുപ്പനുഭവപ്പെടാം, അപ്പോഴേക്കും മടക്കി വെക്കാം. നമസ്കാരം കഴിഞ്ഞ് കൈകൾ ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോഴേക്കും കൈകൾ തളരുന്നത് പോലെ അനുഭവപ്പെടാം. എന്തേ? അപ്പോഴേക്കും ഒരു മനസ്സ് മടുപ്പ് വരാണ്, വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ 9:30 ഉറങ്ങാൻ കിടന്നിട്ട് 11-നും 12-നും ഉറങ്ങാൻ കഴിയാത്തവർ അല്ലേ നമ്മൾ പലരും? എന്തേ? ഉറക്കം വരാഞ്ഞിട്ട് മാത്രമല്ല, നമ്മുടെ കയ്യിൽ അറിയാതെ 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 മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാറില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, നന്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിനക്ക് ഭാരം തോന്നുന്നുവെങ്കിൽ, തിന്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിനക്കൊരു ഭാരവും തോന്നുന്നില്ല എങ്കിൽ അറിയണം, പൈശാചിക ഇടപെടലാണത്. പിശാചതെല്ലാം നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു തരികയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയണം എന്താണ് മാർഗം. എന്താണ് മാർഗം? പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ വഞ്ചിക്കുന്ന ഈ ദുനിയാവിൽ ആ വഞ്ചിക്കപ്പെടാതെ, പിശാചിൻ്റെ പിടിയിൽപ്പെടാതെ, മരണത്തിന് മുൻപുള്ള ഈ ദുനിയാവിലെ ജീവിതം നന്മ നിറഞ്ഞ ജീവിതമാക്കി മാറ്റാൻ എന്തുണ്ട് മാർഗം? എന്തുണ്ട് മാർഗം? ഒന്നാമത്തെ മാർഗം തൗഹീദ് അനുസരിച്ച് പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നതാണ്. ഹിദായത്ത് നിസ്സാര കാര്യമല്ല. ഹിദായത്ത് നിസ്സാര കാര്യമല്ല. ഹിദായത്ത് നിലനിർത്താൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു, ഇല്ലേ? ഏതാണ് ആ പ്രാർത്ഥന? യാ മുഖല്ലിബൽ ഖുലൂബ്
സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലുള്ളാഹി ദുആ ചെയ്യാൻ. നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ. ഏത് സമയത്താണെന്നറിയില്ല. സ്വഹാബത്തിന്റെ ജീവിതം. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് യുദ്ധക്കളത്തിലേക്ക് നോക്കി ചില സഹാബികൾ വന്നിട്ട് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ യുദ്ധക്കളത്തിലെ ആ മനുഷ്യനെ കണ്ടില്ലേ സ്വഹാബിയെ, അയാൾ വല്ലാത്ത പോരാളി തന്നെ കേട്ടോ, വല്ലാത്ത മുജാഹിദ് തന്നെ കേട്ടോ. അയാൾ കണ്ടില്ലേ ജിഹാദ് ചെയ്യുന്നത്, ശത്രുക്കളുടെ ഇടയിലേക്ക് മുന്നേറി ശത്രുക്കൾ അരിഞ്ഞു വീഴ്ത്തുന്നത് കണ്ടില്ലേ, അയാൾക്ക് ഉറപ്പാണ് സ്വർഗം. റസൂലുള്ളാഹി അയാളെ നോക്കി പറഞ്ഞു, ഹുവ ഫിന്നാർ, അവൻ നരകത്തില, അവൻ നരകത്തില. എന്തേ കാരണം? സ്വഹാബത്ത് ഇങ്ങനെ കാത്തിരുന്നു. എന്തായിരിക്കും റസൂലുള്ളാഹി ആ മനുഷ്യനെ നോക്കി നരകത്തിലാണെന്ന് പറയാൻ കാരണം? കുറച്ച് കഴിഞ്ഞപ്പോൾ ശത്രുവിൽ നിന്നേറ്റൊരു വെട്ട്, ആ വെട്ടിൻ്റെ ആ മുറിവിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുണ്ടല്ലോ, അതിങ്ങനെ കുത്തിവെച്ച് അതിലേക്ക് കമിഴ്ന്ന് കിടന്ന് അയാൾ അവിടെ ആത്മഹത്യ ചെയ്തു. സ്വഹാബത്തിന് മനസ്സിലായി റസൂലുള്ളാഹി വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ദുആ ചെയ്യണം സഹോദരങ്ങളെ. അൽ ഈമാനു യൻഖുസു വയസീദ്, ഈമാൻ കുറഞ്ഞും കൂടിയും കൊണ്ടേയിരിക്കും. ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്സിലെന്നും ഉണ്ടാവാറുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഹൻദല റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ സദസ്സിൽ കാണുന്നില്ല. രണ്ട് സ്വഹാബികൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കരയാണ്. ഹൻദല റളിയല്ലാഹു അൻഹു കരയാണ്. എന്തേ കാരണം? ഹൻദല വിളിച്ചു പറയാണ്, നാഫക്ക ഹൻദല, നാഫക്ക ഹൻദല. ഹൻദല മുനാഫിക്കായിട്ടുണ്ട്, ഹൻദല മുനാഫിക്കായിട്ടുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, ഹൻദല മുനാഫിക്കായി എന്ന് പറയാൻ മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത്? ഉടൻ തന്നെ ഹൻദല പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനിങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ റസൂലുള്ളാഹി നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത പേടി വരും. പക്ഷേ അവിടെ നിറങ്ങി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ചിന്തയിൽ നിന്ന് പലപ്പോഴായി ആ ഈമാൻ അങ്ങനെ തന്നെ നിൽക്കുന്നില്ല, പലപ്പോഴായി ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രണ്ട് സ്ഥലത്ത് രണ്ടവസ്ഥയാണെങ്കിൽ അവനെക്കുറിച്ചല്ലേ റസൂലുള്ളാഹി മുനാഫിക്ക് എന്ന് പറഞ്ഞത്? ആ നിഫാഖ് എന്നിലുണ്ടല്ലോ, എനിക്ക് പേടിയാവുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ ആ നന്മകൾ ഓരോന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കും. പക്ഷേ ആ സദസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ പിന്നീട് പലപ്പോഴും കുടുംബത്തിലേക്ക് പോകുമ്പോൾ, മക്കളിലേക്ക് പോകുമ്പോൾ അറിയാതെ ആ നന്മകൾ പലതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എനിക്ക് കഴിയുന്നില്ല. രണ്ട് ചിന്ത മനസ്സിലേക്ക് വന്നാൽ അവരെക്കുറിച്ചല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് മുനാഫിക്കെന്ന്? നിഫാഖിന്റെ മനസ്സിലുണ്ടോ എന്ന് പേടിയാവുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എവിടെയെങ്കിലും ഒരു നന്മക്ക് അവസരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ വേദന തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് പടച്ചോനെ അത് നഷ്ടപ്പെട്ടല്ലോ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നെപ്പോഴെങ്കിലും സഹോദരങ്ങളെ തോന്നിയിട്ടുണ്ടോ? ഈമാൻ നിലനിർത്താൻ, ആ ഈമാനെ പുതുക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. രണ്ട് സ്വഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ വിളിക്കുമെന്നാണ്, തആലൗ ജദ്ദിദു ഈമാനക്കും, വാ നമുക്ക് നമ്മുടെ ഈമാനൊക്കൊന്ന് പുതുക്കാം. എന്നിട്ട് രണ്ട് നന്മയുടെ വർത്തമാനങ്ങൾ അവർ പറയും, വിശുദ്ധ ഖുർആൻ അവർ പാരായണം ചെയ്യും. അങ്ങനെ അവരുടെ ഈമാൻ പുതുക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വരുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ, പരലോകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ദുനിയാവിലെ തിരക്കുകളിൽ, ഓട്ടങ്ങളിൽ പലതും മറന്നു പോകുന്നു, പലതും ഇല്ലാതെ പോകുന്നു, പലതും വിട്ടുകളയുന്നു. നമസ്കാരങ്ങൾ പോലും പലതും വേണ്ട സമയത്ത് കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഒരു ചാർജ് ചെയ്യണം നമ്മുടെ ഹൃദയം, നമ്മുടെ ഈമാൻ, നമ്മുടെ മനസ്സ്. ആ ചാർജ് ചെയ്യാനുള്ള ഉപകരണമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമാണ്, സന്ദർഭമാണ് അള്ളാന്റെ ദീൻ കേൾക്കുക എന്നുള്ളത്. എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉത്ബോധനം കേൾക്ക് മനുഷ്യരെ, ഉത്ബോധനം കേൾക്ക്, ഖുർആൻ കേൾക്ക്, ഹദീസ് കേൾക്ക്, ക്ലാസുകൾ കേൾക്ക്, വിശദീകരണങ്ങൾ കേൾക്ക്. നിങ്ങളെ മനസ്സിന് മാറ്റമുണ്ടാകും, ഉപകാരപ്പെടും വിശ്വാസികൾക്ക് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ പഠിപ്പിക്കാണ്. ഉപദേശങ്ങൾ കേൾക്കണം. കുറച്ചങ്ങോട്ട് മാറിന്നാലേ പിന്നെ നമുക്ക് തോന്നുന്നതെന്നറിയോ, പിന്നെ അതങ്ങോട്ട് ആയിക്കോളൂ എന്നാണ്. രണ്ട് രൂപമുണ്ട് തെറ്റുകൾക്ക്. ഒന്നറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ, അറിയാതെ വന്നു പോകുന്ന അബദ്ധങ്ങൾ,
ആ അബദ്ധങ്ങൾക്ക് അള്ളാഹുവോട് കൈകൾ ഉയർത്താൻ നമുക്ക് സാധിക്കും പലപ്പോഴും. എന്നാൽ അറിഞ്ഞ് ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, അറിഞ്ഞ് ചെയ്യുന്ന അബദ്ധങ്ങളുണ്ടല്ലോ, ആ അബദ്ധങ്ങൾ ഒന്ന് ചെയ്താൽ നമ്മൾ വിചാരിക്കും ഇതോടെ അവസാനിപ്പിക്കാം. പക്ഷേ രണ്ടാമത്തേതിലേക്ക് പോയാൽ, പിന്നെ മൂന്നാമത്തേതിലേക്ക് പോയാൽ, 4, 5, 6, 7, 8 അവിടെ നിന്നങ്ങോട്ട് ഒരു മടിയും ഉണ്ടാവൂല മനുഷ്യരെ, ഒരു മടിയും ഉണ്ടാവൂല, ഒരു തടസ്സം ഉണ്ടാവൂല. നമുക്കൊരു കുറ്റബോധവും തോന്നൂല. വീണ്ടും വീണ്ടും അശ്ലീലതകൾ കാണാൻ, അത് കേൾക്കാൻ, അല്ലെങ്കിൽ നമസ്കാരം വീണ്ടും വീണ്ടും ഒഴിവാക്കാൻ, ഒരു സുബഹിക്ക് പള്ളിയിൽ പോവാൻ കഴിയാതെ പോയാൽ നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ മനസ്സ് പറയും കുഴപ്പമില്ല. പക്ഷെ അത് ആവർത്തിച്ചാൽ പിന്നെ പോയില്ലെങ്കിലും മനസ്സ് വേദനിക്കൂല, കരയൂല. നമ്മൾ കണ്ടതല്ലേ കൊറോണക്ക് എല്ലാവരും വീട്ടിൽ നിസ്കരിച്ചു. കൊറോണ കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ പല ആളുകൾക്കും പള്ളിക്ക് പോകാൻ തോന്നുന്നില്ല. നിസ്കാരം തുടങ്ങിയിട്ടും പള്ളിക്ക് പോകാൻ തോന്നുന്നില്ല. അവർക്ക് ഷോപ്പിങ്ങിന് പോകാം, കല്യാണത്തിന് പോകാം, നാട്ടിലിറങ്ങാം, റോട്ടിലിറങ്ങാം, പക്ഷെ പള്ളിക്ക് പോകാൻ തോന്നുന്നില്ല. അതങ്ങനെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ പിശാച് ഭംഗിയാക്കി തോന്നിപ്പിക്കും. അങ്ങനെയൊക്കെ മതി. അങ്ങനെ ഉണ്ടല്ലോ, കുറേ പ്രവർത്തിക്കുമ്പേ ഇടയ്ക്ക് ശൈത്താൻ വന്നിട്ട് പറയും, നീ കുറേ ആയില്ലേ തുടങ്ങിയിട്ട്, തൽക്കാലം ഇങ്ങനെയൊക്കെ മതി, ഒക്കെ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറിയെന്നോ. ഒരിക്കലും പ്രബോധന വിഷയത്തിൽ, ദഅ്വാ രംഗത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ അത്തരമൊരു ചെറിയ ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. കുറേ ആയില്ലേ, തൽക്കാലം മാറിക്ക, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇല്ല, അത്തരമൊരു ചിന്ത വന്നാൽ നമുക്ക് വലിയ അപകടം. എന്തിനാ ദഅവത്ത്? നമ്മൾ നന്നാവാനാ, അതിലൂടെ മറ്റുള്ളവരെ നന്നാക്കാനും സാധിക്കും. എന്തിനാ ദഅവത്ത്? നമ്മൾ നന്നാവാനാ, അതിലൂടെ മറ്റുള്ളവരെ നന്നാക്കാനും നമുക്ക് സാധിക്കും. നമുക്കാവണം. വേദക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് പറഞ്ഞു, ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത്ത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. കാലങ്ങനെ പോയപ്പോഴേ പലതിൽ നിന്നും അവർ മാറി നിന്നു. പതുക്കെ അവരുടെ ഇഷ്ടത്തിലേക്ക് മാറി ഫഖസത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾക്ക് കട്ടിപിടിച്ചു എന്നാണ്. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയില്ലേ, വല്ലാത്ത കട്ടിയുള്ള മനസ്സ് കേട്ടോ, നിന്റെ മനസ്സ് എന്ത് മനസ്സാന്നൊക്കെ ചോദിക്കാറില്ലേ. ആ മനസ്സിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സ് കട്ടിപിടിച്ചു. അങ്ങനെ വകസീറും മിൻഹും ഫാസിഖൂൻ, അഫാസിഖീൻ, അങ്ങനെ അവർ തെമ്മാടികളിൽ പെട്ടുപോയി. വേദക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമാണ്. നമ്മൾ അറിയണം സഹോദരങ്ങളെ, ഖുർആൻ എത്ര സ്ഥലത്താണെന്നറിയോ അത്തരം കാര്യങ്ങൾ പറഞ്ഞത്? എന്തിനാ 5 നേരത്തെ നമസ്കാരം നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞത്? എന്തിനാ 5 നേരത്തെ നിസ്കാരം? അള്ളാഹ് 50 ആദ്യം പറഞ്ഞ പടച്ചറപ്പിന് അത് 45 കുറച്ചിട്ട് 5 എന്നതിന് പകരം അള്ളാഹ് 1 മതിയാക്കായിരുന്നില്ലേ അല്ലേ? ആ 45 കുറച്ച് പടച്ചോനക്ക് 4 കൂടി കുറച്ചിട്ട് ദിവസത്തിൽ 1 പോരായിരുന്നോ അല്ലേ? പോരാ. രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ അവൻ സുബഹി നമസ്കരിച്ചുകൊണ്ടായിരിക്കണം അവൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയാവുമ്പോഴേക്കും ജോലിയും ഡ്യൂട്ടിയും തിരക്കുകളുമായി പോകുമ്പോൾ അലസതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോഴേക്കും വിളിക്ക, ഹയ്യ അലസ്വല, ഹയ്യ അലൽ ഫല. നിസ്കാരത്തിലേക്ക് വന്നു, ഒന്നുകൂടെ ഫ്രഷായി നിസ്കരിച്ചു, ഒന്നുകൂടെ ഇങ്ങനെ വരുമ്പോഴേക്കും വിളിക്കുകയാണ് അവനെ അസറിന് പള്ളിയിലേക്ക്. അവിടെ നിന്ന് മഗ്രിബിനും കഴിഞ്ഞ് ഇശാഹും കഴിഞ്ഞ് അവൻ്റെ വിരിപ്പിലേക്ക് പറഞ്ഞയക്കുന്നത് ശുദ്ധിയായൊരു മനുഷ്യനായിട്ടാണ്. എന്തിനാ അള്ളാഹു 5 നേരം നിസ്കാരം നിർബന്ധാക്കിയത്? മനുഷ്യരെ, വിശ്വാസികളെ, നമ്മുടെ ഈമാൻ അത് പുതുക്കി എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ഖുർആൻ അങ്ങനെയാണ് ആ കാര്യം പറഞ്ഞത്. നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ അവസാനിപ്പിക്കരുത്. ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ അടുത്ത പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കുറച്ചങ്ങോട്ട് മാറിന്നാൽ മതി. എല്ലാവരോടുമായി പറയാൻ, ഞാനാവട്ടെ നിങ്ങളാവട്ടെ, ഏതൊരു നന്മ ആ നന്മയിൽ നിന്ന് ഒരൽപ്പം മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ പിശാചിനെ പിടിക്കാൻ എളുപ്പമാണ്. ഒറ്റക്ക് നിൽക്കുന്നവനെ പിശാച് എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞില്ലേ, ഹൃദയത്തിന് അല്ലാഹു സീൽ വെച്ച് കളയും. പിന്നൊന്നും കേൾക്കൂല, പിന്നൊന്നും കേറൂല. എത്ര ആളുകൾ ഉപദേശിച്ചാലും, എത്ര ഉപദേശങ്ങൾ കേൾക്കാമെന്ന് വിചാരിച്ചാലും, എത്ര ഖുതുബകൾ കേട്ടാലും നമ്മൾ നന്നാവൂല. എന്തേ കാരണം? നന്നാവാനുള്ള അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതിൻ്റെ കാരണത്താൽ, മനഃപൂർവ്വം അവഗണിച്ചതിൻ്റെ കാരണത്താൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആവർത്തിച്ചു പറയട്ടെ, ദഅ്വാ രംഗത്തും ഇബാദത്തിൻ്റെ രംഗത്തും ഒരു കാരണവശാലും നമുക്ക് അലസത വരാൻ പാടില്ല.
നന്മയുമായി ബന്ധപ്പെട്ട് എന്തെന്തൊക്കെ അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും, ആണാവട്ടെ പെണ്ണാവട്ടെ, അതിൽ നിന്ന് മാറി നിൽക്കാതെ ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതൊന്നും വെറുതെയാവില്ല. പരലോകത്ത് തിരിച്ചു കിട്ടും എന്നുറപ്പുണ്ട് കൂട്ടരെ. പരലോകത്ത് തിരിച്ചു കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു പൊടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ ദേഹത്തൊരു പൊടി ആയിട്ടുണ്ടെങ്കിൽ ആ പൊടിയും നരകത്തിലെ പൊടിയും നരകത്തിലെ പുകയും തമ്മിൽ യോജിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിവാക്കിയ കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കൂല. അതുപോലെ നമുക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരൽപ്പം വിയർപ്പൊഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദാറുൽ അർക്കം? എന്താണ് ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ? അർക്കമിൻ്റെ വീട് എന്നാണ്. എവിടെയാണ് അർക്കമിൻ്റെ വീടുണ്ടായിരുന്നത്? മക്കയുടെ ആ മസ്ജിദുൽ ഹറമിൻ്റെ കഅബാലയത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു ദാറുൽ അർക്കം. അർക്കമിൻ്റെ വീടാണ്. ആരാണ് അർക്കം എന്നറിയോ? 15കാരനായ ഒരു സ്വഹാബിയാണ് അർക്കം എന്ന് പറയുന്ന സ്വഹാബി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ ദിവസങ്ങളോളം ഒളിച്ചിരുന്ന് ദഅവത്ത് നടത്തിയ വീടിൻ്റെ പേരാണ് ദാറുൽ അർക്കം. എന്തുകൊണ്ടാ റസൂലുള്ള ദാറുൽ അർക്കം തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടായിരിക്കും റസൂലുള്ള ദാറുൽ അർക്കം തെരഞ്ഞെടുത്തത്? 15കാരനായ അർക്കമിൻ്റെ വീട്ടിലേക്ക് ശത്രുക്കൾ എന്നെ അന്വേഷിച്ചു വരാൻ സാധ്യതയില്ല എന്ന് സ്വഹാബത്തും റസൂലുള്ളയും വിചാരിച്ചു കാണണം അല്ലേ? അതോടൊപ്പം നമ്മൾ അറിയണം, റസൂലുള്ളയെ അന്വേഷിച്ച് നടക്കുന്നവർ, റസൂലുള്ളാഹിക്ക് അഭയം നൽകിയവരെ കണ്ടാൽ കൊന്നുകളയും എന്ന് പ്രഖ്യാപിച്ചവർ തൊട്ടടുത്തുണ്ടായിട്ടും അർക്കം റളിയല്ലാഹു അൻഹു എന്ന 15 വയസ്സുകാരന് റസൂലുള്ളാഹിക്ക് അഭയം നൽകാൻ കഴിഞ്ഞത് പരലോകത്തെ പേടിച്ച് ഇഹലോകത്തിന് വലിയ വില കൽപ്പിക്കാത്തത് കൊണ്ടാണ്. തൻ്റെ വീടും തൻ്റെ ജീവിതവും തൻ്റെ ജീവനും റബ്ബിൻ്റെ പ്രവാചകനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അർക്കം റളിയല്ലാഹു അൻഹു പറഞ്ഞതും പ്രഖ്യാപിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ അറിയണം സഹോദരങ്ങളെ, ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ കേട്ടില്ലേ, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ആരാണ് നല്ലവൻ? ആരാണ് ഏറ്റവും നല്ലവൻ? കുറേ ആയുസ് നമ്മൾ പടച്ചോനോടൊക്കെ ദുആ ചെയ്യാറുണ്ട്, പടച്ചോനെ ആയുസ് കൂട്ടിത്തരണേ, ആയുസ് കൂട്ടിത്തരണേ. ഒരുപാട് ആയുസ് ജീവിക്കുന്നതിലല്ല കാര്യം, ഒരുപാട് ആയുസ് ജീവിക്കുന്നതിലല്ല. ഉള്ള ആയുസ് ചെറുതാണെങ്കിലും അതിൽ നന്മകൾ ചെയ്തവരാണ് കാര്യം. ഉള്ള ആയുസ് ചെറുതാണെങ്കിലും ആ കിട്ടിയ ആയുസ്സിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്താൽ. നിങ്ങൾ കേട്ടിട്ടില്ല ഒരു ചരിത്രം? റാഫിഅ റളിയല്ലാഹു അൻഹു, സമുറ റളിയല്ലാഹു അൻഹു പ്രായം 16 സൈന്യത്തെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ 2 സ്വഹാബത്തും വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ ഒഴിവാക്കാണ്. ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, റാഫിഅ നല്ല അമ്പെയ്ത്തുകാരനാണ്, റാഫിഅനെ എടുക്കാം. റസൂലുള്ളാഹി റാഫിഅനെ വിളിച്ചു, റാഫിഅനെ സെലക്ട് ചെയ്തു. ഉടൻ തന്നെ സമുറ വന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവനെ മാത്രം എടുത്താൽ എനിക്കത് സഹിക്കില്ല, അവനേക്കാൾ ശക്തി എനിക്കുണ്ട്. രണ്ടുപേരും പരസ്പരം ശക്തി തെളിയിക്കാൻ ആവശ്യപ്പെട്ടു. അവസാനം 2 പേരെയും യുദ്ധത്തിലേക്ക് സെലക്ട് ചെയ്യുന്നു, സൈന്യത്തിലേക്ക് സെലക്ട് ചെയ്യുന്നു. എവിടേക്കാ മത്സരം? ഫല്യതനാഫസിൽ ഖിതാമുഹു മിസ്ക് ഫല്യതനാഫസിൽ യതനാഫിസൂൻ ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരം അവിടെയാണ്. അള്ളാന്റെ സ്വർഗത്തിലേക്കാണ് മത്സരം. എത്രയെത്ര ചരിത്രങ്ങളാണെന്നറിയോ നമ്മുടെ മുന്നിലുള്ളത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നന്മക്കുള്ള എല്ലാ അവസരങ്ങളും അദ്ദേഹം 12 വയസ്സുള്ള സമയത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് 15 വയസ്സ് വേണം, പോയിക്കോ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ 15 വയസ്സെന്ന്, അതുകൊണ്ട് 15 വയസ്സായിട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നില്ല. പിറ്റത്തെ വർഷം ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് സൈന്യത്തെ വിളിക്കുമ്പോഴും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സ്. റസൂലുള്ളാഹി വിളിച്ചില്ല, മാറ്റി നിർത്തി. പിന്നീട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുമ്പോൾ 33 വയസ്സാ. ഭാര്യയ്ക്ക് 25 വയസ്സ്. 3 മക്കളുണ്ടായിരുന്നു, പിഞ്ചു മക്കളുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ കൂട്ടരെ, നമുക്ക് എത്ര വയസ്സായി? ഇന്നും നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് ബേജാറല്ലേ? നമ്മുടെ ഭാര്യയെക്കുറിച്ചോർത്ത്, നമ്മുടെ മക്കളെക്കുറിച്ചോർത്ത് സംരക്ഷിക്കാനും പിടിക്കാനും ഒക്കെ ചുറ്റുപാടിൽ പലരും ഉണ്ടായിട്ടും ബേജാറല്ലേ? ഇവർക്കും ഉണ്ടായിരുന്നില്ലേ? ഭാര്യയും മക്കളും കുടുംബവും. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 31 വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 36ാമത്തെ വയസ്സിൽ ഷഹീദായ സ്വഹാബിയ. 31ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് ജീവിച്ചത്, മുസ്ലിമായി ജീവിച്ചത് 5 വർഷം.
ആ സ്വഹാബിയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് 70,000 മാലാഖമാർ സഅദിന്റെ ജനാസയിൽ പങ്കെടുത്തു എന്ന്. ഞാൻ എന്തിനാ സൂചിപ്പിച്ചെന്നറിയോ? ചരിത്രങ്ങൾ ധാരാളമുണ്ട്. ചെറിയ ആയുസ്സിൽ കിട്ടിയ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരുപാട് മുൻഗാമികളുടെ ചരിത്രം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതൊക്കെ നമുക്ക് മാതൃകയാവണം. നമ്മുടെ ആയുസ് എത്ര? മാക്സിമം 60 70. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70. 60 70. വഅഖല്ലുഹും മൻ യജൂസു ദാലിക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവർ വളരെ കുറവാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൻ്റെ ആയുസ് അത്രേ. അതുകൊണ്ട് സഹോദരങ്ങളെ, കിട്ടിയ ആയുസ്സിൽ അള്ളാൻ്റെ ദീനിന് വേണ്ടി നന്മയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ, ഈ കൂട്ടായ്മ പടച്ച റബ്ബ് തെരഞ്ഞെടുത്തതാണ് നമ്മളെ. ഭൗതികമായ കാര്യങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടിലുള്ള പല കാര്യങ്ങൾക്കും പലരെയും പടച്ച റബ്ബ് തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം പ്രവാചകന്മാർ നിർവഹിച്ചതിൻ്റെ ആ പിൻതലമുറക്കാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെട്ടു എന്നത് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖല്ലേ. ഇത് കേൾക്കാൻ അവസരമുണ്ടായി എന്നുള്ളതും ഇത്തരം സദസ്സിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി എന്നുള്ളതും അത് നിസ്സാരമായിട്ട് ആരും കാണണ്ട. അത് അല്ലാഹ് തന്ന വല്ലാത്ത അവസരമാണ്. ഒരുപക്ഷെ എപ്പോഴും ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഖുതുബയിൽ പറഞ്ഞില്ലേ, തിരക്കിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. സാധാരണ പലരെയും വിളിക്കുമ്പോൾ പറയുന്ന വാക്കെന്നറിയോ? വല്ലാത്ത തിരക്ക അല്ലേ? നമ്മളെല്ലാവരും പറയുന്ന വാക്ക വല്ലാത്ത തിരക്ക. ആ തിരക്കിന്റെ പേരിൽ, തിരക്കെന്നത് അല്ലാഹ് തന്ന വലിയ നിഅമത്തല്ലേ കൂട്ടരെ. ആ തിരക്കില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടോ? ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തിരക്കെന്ന ഒന്ന് ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ജോലിയുണ്ടോ? നിങ്ങളെ പിന്നെ അവിടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കണ്ടില്ലേ നമ്മൾ 4 വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരുടെയും തിരക്കൊഴിവാക്കി വീട്ടിലിരുന്നപ്പോൾ പലരെയും നാട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ? എല്ലാ തിരക്ക് അവസാനിപ്പിച്ചപ്പോൾ തിരക്കൊരു വലിയ അനുഗ്രഹമായി കാണാൻ, ആ തിരക്കിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ ദഅവത്തിൽ നിന്ന് നോ പറയാതെ അതിന്റെ മുന്നിലേക്ക് വരാൻ, അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഫഇദാ ഫറഗ്ത ഫൻസബ്. ഒന്ന് കഴിയുമ്പോഴേക്കും ഒരു പ്രോഗ്രാമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി കുറച്ച് കഴിയട്ടെ എന്നല്ല അള്ളാന്റെ വാചകം. ഫഇദാ ഫറഗ്ത ഫൻസബ്. നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ തരാം. ഇയൻസുറുല്ലാഹ, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ അള്ളാനെ സഹായിക്കാൻ ഇറങ്ങിയാൽ അള്ളാഹ് നിങ്ങൾക്ക് തരും. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ദഅവത്തിന്റെ മാർഗത്തിൽ സമ്പത്ത് ഒന്നാമത്തെ കാര്യമല്ല, മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ സഹായിക്കാൻ തയ്യാറാവും. അള്ളാഹ് നമ്മളെ സഹായിക്കാൻ പലരെയും കൊണ്ടുവരും അല്ലാഹു. പക്ഷേ ഇറങ്ങാൻ മടി കാണിച്ചാൽ, വെറുതെ ഇരിക്കാനാണ് ഒഴിവ് സമയം, പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ വിനിയോഗിക്കാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ പറയാൻ എന്താണെന്നറിയോ? അത് ആരെങ്കിലും അവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാരവാഹി ഉണ്ടല്ലോ, അവിടെ ഒരാൾ തൽക്കാലം ക്ലാസ് അല്ല. ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. ഓരോരുത്തരുടെയും ദഅവത്ത് എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ദഅവത്ത് എന്നത് നമ്മളെ നന്നാക്കാനാ, നമുക്ക് നന്നാവാനാ, അതിലൂടെ മറ്റുള്ളവർ നന്നാവും. അതുകൊണ്ട് സഹോദരങ്ങൾ, അവസാനിപ്പിക്കട്ടെ, അല്ലാഹ് തന്ന ഈ ആയുസ്സുണ്ടല്ലോ, നന്മയുടെ മാർഗത്തിൽ സജീവമാക്കാൻ നമുക്കാവണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം പടച്ച റബ്ബ് തയ്യാറാക്കി കാത്തിരിക്കാം. ആ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കിടയിലുള്ള തടസ്സം മരണം മാത്രമായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണം, മത്സരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. വെക്കേഷൻ കഴിഞ്ഞു, ഇതുവരെ നമ്മൾ അങ്ങനെ പറഞ്ഞ് റമദാൻ വന്നില്ലേ, അത് കഴിയുമ്പോഴേക്കും റമദാൻ കഴിഞ്ഞൊരു ക്ഷീണം ഉണ്ടായില്ലേ, അപ്പോഴേക്കും പെരുന്നാളായില്ലേ, വെക്കേഷന് പോകാനായില്ലേ. ഇനി നമ്മുടെ മുന്നിൽ ഈ വെക്കേഷൻ കഴിഞ്ഞിവിടെ ഇന്നത്തെ ദിവസം മുതൽ ഇനി അടുത്ത റമദാന്റെ 1-ാം തീയതി വരെ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്യണം. എന്നിട്ട് ഇറങ്ങണം. കഴിയുന്ന രൂപത്തിൽ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞാൽ, ശാരീരികമായി സഹായിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്ത് കഴിവാണോ ഈ അള്ളാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയാണ് സഹോദരങ്ങളെ തിരിച്ചു കിട്ടും. അല്ലാഹ് തരും. ദുനിയാവിലോ പരലോകത്തോ തിരിച്ചു തരും, യാതൊരു സംശയവും വേണ്ട. അല്ലാഹ് പറഞ്ഞില്ലേ ഉറപ്പ്, നിങ്ങൾ 1 ചെലവാക്കിയാൽ ഞാൻ 100 തരും. 100 എന്നല്ല പറഞ്ഞത്, 100 കതിരുകൾ തരും. ആ 100 കതിരിലും, ഓരോ കതിരിലും 700 ധാന്യമണികൾ തരും. 1-ന് 700 തരാമെന്ന അല്ലാഹ് പറഞ്ഞത്. നമുക്കിപ്പോൾ 1-ന് 210 220 അല്ലേ കിട്ടണത്, അല്ലേ? 1-ന് 700 തരാമെന്ന് അല്ലാഹ് പറഞ്ഞത്. പക്ഷെ നമുക്ക് പേടി എന്താണെന്നറിയോ? നമുക്ക് ഉറപ്പില്ല.
ഉറപ്പില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയ അത്രക്ക് അങ്ങോട്ട് വരുന്നില്ല. ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് വിളിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാരക്കത്തെന്ന് തീർക്കാൻ പോലും സമയം നിൽക്കാതെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സ്വഹാബികളെ കിടപ്പറയിൽ നിന്ന് മണിയറയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദഅവത്തിലേക്ക് ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് ഓടിച്ചെന്ന ഹൻദലയുടെ ചരിത്രം ഇതൊന്നും വെറുതല്ലോ. ഇന്ന് പ്രാർത്ഥിച്ചില്ലേ മഗ്രിബിന്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആരാണവർ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ആരാണവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഈ പറഞ്ഞ സ്വഹാബത്താണ്, ഈ പറഞ്ഞ പ്രവാചകന്മാരാണ്. അള്ളാഹുവേ, അവരുടെ മാർഗത്തിലേക്ക് നീ എന്നെ നടത്തണേ എന്നാണ് നമ്മൾ ദുആ ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയുക, ഇനി ഇറങ്ങുക. എല്ലാവർക്കും തിരക്കുണ്ടാവട്ടെ. തിരക്കുണ്ടെങ്കിലേ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാകൂ. പക്ഷേ ആ തിരക്കിൻ്റെ പേര് പറഞ്ഞ് അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അള്ളാഹ് വിചാരിക്കുക തൽക്കാലം ആ തിരക്ക് അവസാനിപ്പിക്കാം. എങ്കിൽ ദുനിയാവിൽ നിന്ന് പലതും നമുക്ക് തടയപ്പെടും എന്ന കാര്യം കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇറങ്ങാം. ഒരുപാട് ആളുകൾക്ക് ഈ ചുറ്റുപാടിൽ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഇതറിയാത്ത, ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് പോലും അറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ടും. നമ്മുടെ തൊട്ടടുത്തൊരു മദ്രസയുണ്ടെന്ന് അറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. എങ്ങനെയൊക്കെ അവരിലേക്ക് എത്താൻ കഴിയും? ഒന്നിച്ചു നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പലപ്പോഴും നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ എന്നറിയോ, ആകെ ഉണ്ടാവും 6 ആൾക്കാർ, അല്ലെങ്കിൽ 7 ആൾക്കാർ, 10 ആൾക്കാർ. അവരെന്നെ ഈ വർഷം മുഴുവൻ ഉണ്ടാകും, അടുത്ത വർഷം അവരെന്നെ. അല്ല, നമ്മുടെയൊക്കെ ബാധ്യതയാണ്. വെറുതെ ക്ലാസ്സിന് വന്നിരുന്ന് പോകൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ബാധ്യത. നമ്മുടെ ബാധ്യതയാണ് ഓരോ മീറ്റിംഗ് വിളിക്കുമ്പോഴും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പോകാമെന്നല്ലാതെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അതെൻ്റെ ഉത്തരവാദിത്തമാണ്, ദഅവത്തിലേക്കുള്ള വിളിയാളമാണ്, എനിക്കൊരവസരമാണ്, അത് ഞാൻ ഒഴിവാക്കില്ല എന്ന തീരുമാനമെടുക്കാൻ ഓരോരുത്തർക്കും സാധിച്ചാൽ, അങ്ങനെ നന്മകളിൽ മുന്നേറാൻ സാധിച്ചാൽ തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് ചിരിക്കാം. ഇതാ എൻ്റെ ഗ്രന്ഥം, ഇത് വായിച്ചു കൊള്ളിൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ സമർപ്പിക്കാം. അങ്ങനെ സ്വർഗാവകാശികളിൽ നമുക്ക് പങ്കുചേരാനും സാധിക്കും, ചെന്നു ചേരാനും സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമയവും നമ്മുടെ ഈ വർത്തമാനവും നമ്മുടെ ഈ കേൾക്കലും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.